അപ്പം ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ ഒരാള് മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്നിട്ട് ഡോർ തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു, സാറ് കണ്ടു എന്ന്. അതായത് നൈറ്റില് വോയിസ് കമാൻഡിങ് അവിടെ നൈറ്റിൽ ഇത് മോണിറ്റർ ചെയ്യുന്നത് ദുബായിൽ ഇരുന്നിട്ട് സജീർ എന്ന് പറഞ്ഞ ഈ റിവേര റെസിഡൻസിയുടെ ഉടമസ്ഥനാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറയും, ഇതേ ചാവി അവിടെ വെച്ചിട്ടുണ്ട് മാഡം, മാഡത്തിന്റെ ഫുഡ് അവിടെ ഇരിക്കുന്നു, വോയിസ് കമാൻഡിങ് നമ്മൾ ശരീരം കേൾക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹം ഇത് കണ്ടു. ഇദ്ദേഹം കണ്ടിട്ട് ഇദ്ദേഹം വിചാരിക്കുന്നത്, ഇദ്ദേഹം അറിയാണ്ട്, അതായത് പിന്നെ ഹോട്ടൽ മാനേജർ അറിയാണ്ട് സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള ആരോ ഇവിടെ ഈ റൂമിലേക്ക്, ഞാൻ വെക്കേറ്റ് ആയ റൂമിലേക്ക് ആരെയോ അക്കോമഡേറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ വെളുപ്പിനെ തന്നെ ഈ മാനേജേഴ്സിനെ വിളിക്കുന്നു. മാനേജേഴ്സ് അറിയുന്നു ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കറിയില്ല. ഉടനെ പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറെ വിളിക്കുന്നു, കോ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നു. അങ്ങോട്ട് ആകെ മൊത്തം ഒരു ബഹളമായി. ഇവരാരും അറിയാതെയാണ് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാനില്ലല്ലോ, ഞാൻ ചിത്രത്തിൽ ഇല്ലാത്ത ആളാ. അങ്ങനെ ഇവർ അന്വേഷിച്ച് പിടിച്ച് ഇവർ ഇവിടെ എത്തുമ്പോഴത്തേനും ബെല്ലടിക്കുന്നു. അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അൻസിബ ഹസനും ലക്ഷ്മിപ്രിയ ഇവർ തമ്മിലുള്ള ആ ഒരു റൈവൽറി എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് അമ്മ എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ എല്ലാ ഉത്തരങ്ങളും, ഏറെക്കുറെ ഉത്തരങ്ങളും എനിക്ക് കിട്ടിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയ നടത്തിയ ആ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ, വലിയൊരു വിഭാഗം ആൾക്കാർ ലക്ഷ്മിപ്രിയക്കെതിരാണ്. നമുക്കറിയാം, ലക്ഷ്മിപ്രിയയുടെ പല സ്റ്റേറ്റ്മെന്റുകളും പല കാര്യങ്ങളും ലക്ഷ്മിപ്രിയ പറയുന്നതൊന്നും വിശ്വസനീയമല്ലാതെ ആളുകൾക്ക് തോന്നിയത് കൊണ്ട് ലക്ഷ്മിപ്രിയ ഏറിൽ നിന്ന് ഏറിലേക്ക് അനുദിനം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അൻസിബയെ സംബന്ധിച്ച് അൻസിബയ്ക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ടുകൾ ഡേ ബൈ ഡേ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു വിഷയത്തിൽ ആദ്യം തന്നെ നമ്മൾ അൻസിബയെ സപ്പോർട്ട് ചെയ്താണ് ചെയ്തത്. ടിനി ടോമിനെതിരെ ആദ്യമായി അൻസിബ വന്നപ്പോൾ പൂർണ്ണമായ സപ്പോർട്ട് അൻസിബയ്ക്ക് നൽകിയിരുന്നു. ഈ ഒരു വിഷയത്തിൽ പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വിഷയം തികച്ചും പേഴ്സണലായിരുന്നു. അതായത് ഇതിൻ്റെ തുടക്കം തികച്ചും പേഴ്സണലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ലക്ഷ്മിപ്രിയയുടെ ഈ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട്, അതായത് ഷൂട്ടിങ്ങിനിടയിൽ ആ ഒരു ഫ്ലാറ്റിൽ മറ്റൊരാൾ വന്നിരുന്നു, മറ്റൊരാളുമായി അൻസിബയെ റൂമിൽ വെച്ച് കണ്ടു. അവരെ ചോദ്യം ചെയ്യുകയും ID ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയുകയും അതിനെ തുടർന്ന് റൂം മാറ്റുകയും ചെയ്തു. വലിയ വിഷയങ്ങളുണ്ടായി. മിഥുൻരാജ് എന്ന് പറയുന്ന കോമഡി ഉത്സവത്തിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു അതെന്നായിരുന്നു വെളിപ്പെടുത്തൽ. അതുമായി ബന്ധപ്പെട്ട് അൻസിബ കേസിന് പോയിരിക്കുന്നു. അൻസിബയുടെ കേസ് ശ്വേതാമേനോനെതിരെയും എൽപിക്കെതിരെയും കേസിന് പോയപ്പോൾ ആ ഒരു കേസ് പാലാരിവട്ടം സ്റ്റേഷനിൽ എടുത്തില്ല. അതുമായി ബന്ധപ്പെട്ട് അൻസിബ നേരിട്ട് കോടതിയിൽ പോയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി പരിശോധിക്കാം. ഈ ഒരു വിഷയത്തിൽ ഹോട്ടലുകാർക്ക് അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്ക്, ഈ ഒരു സിനിമയിലെ പ്രവർത്തകർക്ക് എന്താണ് പറയാനുള്ളത് വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. സിനിമയുടെ യാത്ര പോയിരുന്നു, തിരുവനന്തപുരത്താണ്, ചിറയൻകീഴോട്ടാണെന്ന് കിടക്കാച്ചി അലയിലെന്നാണെന്ന് തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു അവിടെ ഒരു വലിയ വിഷയം ഉണ്ടായി. അതൊരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഞാൻ അറിഞ്ഞൊരു വിഷയമാണ്. പക്ഷേ ഈ ആ സ്ഥലത്ത് അവർക്ക് റൂം കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ഇത്രയും ശത്രുത, അല്ലെങ്കിൽ ഈ ഒരു ശത്രുത വരാൻ കാരണം അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട്? നമ്മളെ ഈ പൊതുജനം എല്ലാം നമ്മളെ വലിച്ചു കീറുമ്പോഴും നമ്മളെ ഇത്രയധികം ആക്രമിക്കുമ്പോഴും ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ വസ്തുത എന്താണ് എന്ന് ഞാൻ ഇതുവരെ ഒരു മനുഷ്യരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ആ കുട്ടി ജയിക്കട്ടെ, ആ കുട്ടി പറയുന്നിടത്തോളം പറയട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ, എവിടം വരെ പോകുന്ന ഓർത്തിട്ടാണ് ഞാൻ ഇരുന്നത്. സുരേഷൻ ഇത്രയും അറിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ എനിക്കത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അത്തം മുതലാണ് ശരിക്കും അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നത്. കിടക്കാച്ചേളിന് 10 ദിവസത്തോളം കണ്ടിന്യൂസ് ഷൂട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്, ഓണമൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് അവിടുന്ന് അൻസിബയും ഞാനും ഒക്കെ കൂടെ ഒരുമിച്ചാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് സെപ്റ്റംബർ 12-ാം തീയതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഫിലിം ചേംബറിന്റെ ഭക്ഷണം കഴിച്ച ദിവസം ഫിലിം ചേംബറിന്റെ ഒരു ലഞ്ച് ഉണ്ടായിരുന്നു, ഓണം ഫീസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പങ്കെടുത്തു. അതോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരുന്നു എന്ന് അല്ല, ഫിലിം ചേംബറിന്റെ ഇതിൽ പങ്കെടുത്തതാണ്. അന്ന് തിരിച്ച് ഞങ്ങൾ പോയി. അന്ന് രാത്രി ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായി. നൈറ്റ് ഷൂട്ട്സ് ആണ് കൂടുതലും. ആ ഷൂട്ട് കഴിഞ്ഞു. 13-ാം തീയതി ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 13-ാം തീയതി ഞങ്ങൾ പുറത്ത് കറങ്ങാനൊക്കെ പോയി. എനിക്ക് നല്ല പനിയുള്ള ദിവസമായിരുന്നു. ഞങ്ങൾ മറ്റേ സിനിമയൊക്കെ പോയിട്ട് കണ്ടു, ലോക സിനിമയൊക്കെ പോയി കണ്ടു. പിന്നെ വേറൊരു സ്ഥലത്തും ഞങ്ങൾ പോയി. അതിന്റെ ബില്ലും ഞാൻ തന്നെയാണ് പേ ചെയ്തത്. അൻസിബയുടെ ബില്ല് ഞാൻ തന്നെയാണ് പേ ചെയ്തത്. അങ്ങനെ അന്ന് ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, 13-ാം തീയതി ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, പടം ഒന്ന് സ്കെഡ്യൂൾ ചെയ്യുകയാണ്, കുറച്ച് അവർക്ക് എന്തോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇനി ഷൂട്ട് തുടങ്ങുന്നുള്ളൂ, മാഡം ഒക്കെ പോകുന്നെങ്കിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസത്തെ നൈറ്റ് ഷൂട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് റിസ്ക് എടുത്ത് വീണ്ടും തിരിച്ച് ചിറയൻകീഴ് വരെ പോയിരുന്നത്. അപ്പോൾ ആ ഷൂട്ട് നടന്നു.
അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാ പിന്നെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഞാൻ ഈ മോളെ നിർബന്ധിച്ച് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഷൂട്ടില്ലല്ലോ, അനിശ്ചിതമായിട്ട് ഷൂട്ടില്ല, എപ്പോഴായാലും തുടങ്ങുന്നതെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ വിളിക്കുമ്പം ഈ കുട്ടി വരാൻ തയ്യാറാവുന്നില്ല. ഈ കുട്ടി പറഞ്ഞു 3 ദിവസം കൂടി ഈ കുട്ടിക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ, നിന്ന് എങ്ങനെയെങ്കിലും പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ കാശിന് അത്യാവശ്യത്തിന് വല്ലതും ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ കാശ് തരാം, വീട്ടിൽ വരൂ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാശ് തരാം, അപ്പം മോള് ഒറ്റയ്ക്ക് ഇവിടെ അങ്ങനെ നിൽക്കണ്ട, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി എനിക്ക് 3 ദിവസം നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരി അങ്ങനെ അവൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കട്ടെ, നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനത്തെ വന്ദേ ഭാരതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യും. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ആൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ കണ്ണിന്റെ ഒക്കെ ഭാഗങ്ങൾ അപ്പൊ നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി. പക്ഷെ ആളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തൊന്നുമില്ല. പിന്നെ എനിക്ക് പറഞ്ഞപ്പോഴാണ് ഈ ആളാണല്ലോ ആളെന്ന് മനസ്സിലായത്. ഇയാളെ ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, കാരണം രാത്രിയല്ലേ, ആ സമയമല്ലേ, ജസ്റ്റ് ഈ നമ്മുടെ വണ്ടി ഓണായ ഇതിലാണ് കാണുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോന്നു, വന്ദേ ഭാരത് ട്രെയിനിൽ കയറി ഞാൻ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞ് പിന്നെ ഏട്ടൻ എന്തോ വിളിക്കാൻ വന്നിട്ട് ഞങ്ങൾ ഒരുങ്ങി പോന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 100 കണക്കിന് മിസ്ഡ് കോൾസ് എന്റെ ഫോണിൽ കിടക്കുകയാണ്. എനിക്ക് ഭയങ്കര വെപ്രാളായി. ഒന്ന് ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസർ രതീഷ് സണ്ണി എന്ന് പറഞ്ഞ കോ പ്രൊഡ്യൂസർ, അതുകൂടാതെ ആ സെറ്റിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് നെയ്യാറ്റിങ്കര, സജിത്ത് പ്രൊഡക്ഷൻ മാനേജർ സജിത്ത്, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞങ്ങളുടെ ഹോട്ടലിന്റെ ഓണർ സജീർ എന്ന് പറഞ്ഞ സാറ്, പിന്നെ ഹോട്ടലിന്റെ മാനേജർ ഒരു പയ്യൻ, അതുപോലെ ഷീബ എന്ന് പറഞ്ഞ കെയർ ടേക്കർ, ഇങ്ങനെ കോൾ ലിസ്റ്റ് കൊടുക്കുക. അക്ഷരാർത്ഥത്തിൽ ഞാൻ പേടിച്ചു പോയി കേട്ടോ. അപ്പം ഞാൻ ജയിച്ചേട്ടൻ വന്ന് വണ്ടി കയറി ഇരുന്നിട്ടാണ് ഞാൻ തിരിച്ച് വിളിക്കുന്നത്. അപ്പം ആദ്യത്തെ കോൾ ഷീബ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കോൾ ലിസ്റ്റാണ്. അതിലേക്ക് ഞാൻ വിളിക്കുന്നു. വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറയുന്നത് ലക്ഷ്മി മാഡം റൂം, ഞങ്ങൾക്ക് അവിടെ അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്, 2 റൂമും ഹാളും കിച്ചനുമായിട്ട് അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്. അപ്പൊ അതിൽ ഒരു റൂമിൽ ഞാൻ, ഒരു റൂമിൽ അൻസിബ, ഇങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പം ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ ഒരാള്, മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു, സാറ് കണ്ടു എന്ന്. അതായത് നൈറ്റില് വോയിസ് കമാൻഡിങ്, അവിടെ നൈറ്റിൽ ഇത് മോണിറ്റർ ചെയ്യുന്നത് ദുബായിൽ ഇരുന്നിട്ട് സജീർ എന്ന് പറഞ്ഞ ഈ റിവേര റെസിഡൻസിയുടെ ഉടമസ്ഥനാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറയും ദേ ചാവി അവിടെ വെച്ചിട്ടുണ്ട് മാഡം, മാഡത്തിന്റെ ഫുഡ് അവിടെ ഇരിക്കുന്നു, വോയിസ് കമാൻഡിങ് നമ്മൾ ആ ശരീരം കേൾക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹം ഇത് കണ്ടു. ഇദ്ദേഹം കണ്ടിട്ട് ഇദ്ദേഹം വിചാരിക്കുന്നത്, ഇദ്ദേഹം അറിയാണ്ട്, അതായത് പിന്നെ ഹോട്ടൽ മാനേജർ അറിയാണ്ട് സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള ആരോ ഇവിടെ ഈ റൂമിലേക്ക്, ഞാൻ വെക്കേറ്റ് ആയ റൂമിലേക്ക് ആരെയോ അക്കോമഡേറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ വെളുപ്പിനെ തന്നെ ഈ മാനേജേഴ്സിനെ വിളിക്കുന്നു. മാനേജേഴ്സ് അറിയുന്നു ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കറിയില്ല. ഉടനെ പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറെ വിളിക്കുന്നു, കോ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നു. അങ്ങോട്ട് ആകെ മൊത്തം ഒരു ബഹളമായി. ഇവരാരും അറിയാതെയാണ് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാനില്ലല്ലോ, ഞാൻ ചിത്രത്തിൽ ഇല്ലാത്ത ആളാ. അങ്ങനെ ഇവർ അന്വേഷിച്ച് പിടിച്ച് ഇവർ ഇവിടെ എത്തുമ്പോഴത്തേനും ബെല്ലടിക്കുന്നു. അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. തുറക്കാതെ വന്നപ്പോഴത്തേനും 6:30 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് 6:00 കൂടിയിട്ട് ഷീബ എന്ന് പറയുന്ന ലേഡി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് മെയിൻ എൻട്രൻസ് തുറക്കുന്നു. നേരെ എന്റെ റൂമിലേക്ക് നോക്കുന്നു, അവിടെ ആരെയും കാണാനില്ല. അപ്പൊ അൻസിബയുടെ റൂമിൽ തട്ടി അൻസിബയെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞ വാക്കാണ്, അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് മൊത്തം ഇവിടുത്തെ വഴക്കും ഈ കാര്യങ്ങൾ, പുള്ളി ഭയങ്കര ഭീഷണിയാണ് പെടുത്തുന്നത്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ്. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അവിടെ വന്ന് അത് എന്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ അതുണ്ട്, പലരുടെ കയ്യിലും അത് സേഫ് ആയിട്ട് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അവരത് പുറത്തെടുക്കും. അങ്ങനെ ഒരു രേഖയുണ്ട്. ഇതിന് അൻസിബയ്ക്ക് വേണമെങ്കിൽ കേസിന് പോകാം. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. അപ്പോ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇദ്ദേഹം ഭയങ്കര ഷൗട്ടിങ്ങും പ്രശ്നങ്ങളുമാണ്. ആരോപണമല്ല, ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ രാജീവ് പറഞ്ഞ കാര്യം വെച്ചാൽ അവിടെ വന്ന വിഷയത്തിൽ പറഞ്ഞാൽ അവർക്ക് അവിടെ ഇത് കൊടുക്കില്ല, കൊടുക്കാത്തതിന് വേറെ ചില റീസൺ അവർ പറയുന്നത്. അപ്പൊ എന്താണെന്നത് ആ റീസൺ ആണ് ഞാൻ പറയുന്നത്. അപ്പോ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പൊക്കോണം എന്ന് പറയുന്നു, നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ID കാർഡ് വന്നാൽ അവർക്ക് സ്റ്റേ ചെയ്യാം, ID കാർഡ് ഇല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷനിലെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഒരു 10:30 കൂടിയിട്ട് ഇവര് പോകാനായിട്ട് തയ്യാറാവുന്നു. അതായത് ലക്ഷ്മിപ്രിയ പറയുന്ന ഈ ഒരു സ്റ്റോറി, അതായത് 100% ഉറപ്പിച്ച് ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു സ്റ്റോറി വന്നിരുന്നു പറയുന്നു. ആ ഒരു സ്റ്റോറി ഫേക്കാണെന്നാണ് പലരും ഇപ്പോഴും കമൻ്റ് ഇടുന്നത്, പലരും വിശ്വസിക്കുന്നത്. പക്ഷേ ഹോട്ടലുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഈ ഒരു സ്റ്റോറി നടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം, ഇത് അൻസിബയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അൻസിബയുടെ തികച്ചും പേഴ്സണലാണ്.
അതായത് ഇന്ത്യ മഹാരാജ്യത്ത് ആരോടൊപ്പം കഴിയാനും ആരോടൊപ്പം ഒരാൾക്ക് നടക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഹോട്ടലുകാരെ സംബന്ധിച്ചതൊരു വിഷയമാണ്. ID ഇല്ലാതെ അവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് ഹോട്ടലുകാർ പറഞ്ഞു. പക്ഷേ ID കൊടുക്കാൻ ഈ കൂടെ വന്ന വ്യക്തി തയ്യാറായില്ല. അതിനെ തുടർന്ന് വലിയ വിഷയങ്ങളുണ്ടായി, സംസാരമുണ്ടായി. അതിൻ്റെയൊക്കെ CCTV ഫുട്ടേജ് ഇവരുടെ കയ്യിലുണ്ടെന്നാണ് ഹോട്ടലുകാർ അവകാശപ്പെടുന്നത്. തയ്യാറാവുന്നു. അപ്പോൾ അവിടുത്തെ ആ കുട്ടിയുടെ ലഗേജും സാധനങ്ങളും ഒക്കെ കെയർ ടേക്കറെ ഏൽപ്പിക്കുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഈ കുട്ടി വീട്ടിലേക്കല്ല പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് അഭിനയിക്കാനായിട്ട് ഒരു പെൺകുട്ടിയോ ആരും ഇല്ലാതെ വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ആ പ്രൊഡക്ഷനിലുള്ള ആൾക്കാർക്കല്ലേ. അപ്പൊ അത് വെച്ചിട്ട് അവർ എന്ത് ചെയ്തു, ശ്വേത ചേച്ചിയെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അൻസിബ ഹസൻ ആരാന്ന് നമുക്കറിയില്ല, ആരോ ഒരാളുടെ കൂടെ എങ്ങോട്ടോ പോയിട്ടുണ്ട്, 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്ന് ശ്വേത ചേച്ചി വിളിച്ച് അവർ പറയുന്നു. അത് ഒരാളുടെ പേഴ്സണൽ കാര്യമല്ലേ. ശ്വേത ചേച്ചി അതും ഹൈഡ് ചെയ്തു. ഈ പേഴ്സണൽ എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ. ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ID പ്രൂഫ് കൊടുത്തെങ്കിൽ ആർക്കും ഒരു വിഷയവുമില്ല, ആർക്കും ആരുടെ റൂമിലും വരാം. പക്ഷെ ID പ്രൂഫ് ഉണ്ടായിരിക്കണം. കൊടുത്തില്ല. അപ്പോ പിറ്റേ സ്കെഡ്യൂള് നമുക്ക് അവിടെ പിന്നെ ഞാൻ വിളിച്ചു. ഈ വിവരം ഞാൻ അറിഞ്ഞിട്ട് ഈ ഷീബ എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പം ഞാൻ പറയാണ് അത് ചിലപ്പോൾ ആ കുട്ടിയുടെ ആങ്ങളെ ആയിരിക്കും ചേച്ചിന്ന്. അപ്പൊ എന്റെ അടുത്ത് പറയാം, ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. മാഡത്തിന്റെ റൂം അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ. എന്തുകൊണ്ട് ആ പുള്ളി അവിടെ താമസിച്ചില്ല? എന്തിന് ഈ മാഡത്തിന്റെ റൂമിൽ തന്നെ താമസിച്ചു? നമുക്ക് ഉത്തരവില്ലാതെ പോവാണ്. അവിടെ ഞാൻ അൻസിബയെ സേവ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടിയെ വിളിച്ചപ്പോൾ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് അറിയില്ലേ 9 വർഷമായിട്ട് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിയില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ കന്യാകുമാരിയിൽ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ കന്യാകുമാരിയിൽ പോയിട്ട് അവിടെ ഒരു കുബേരനും അവിടെ ഒരു ലക്ഷ്മി ഇരിപ്പുണ്ട് ശംഖ് കൊണ്ടുള്ള. ഒരു മിനിറ്റ് തന്നാൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ മേടിച്ച് 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ, അതായത് ഈ ഒരു വിഷയത്തിന്റെ ഉത്ഭവസ്ഥാനം ഇത് തന്നെയാണ്. ഈ രീതിയിലൊരു വിഷയം അവിടെ ഉണ്ടാകുന്നു. അതായത് അൻസിബ അന്ന് വരെ ഒളിപ്പിച്ചു വെച്ച ഒരു സംഭവം റിവീൽ ആവുന്നു. അതിലൊരിക്കലും നമുക്ക് അൻസിബയെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതൊരു കുറ്റമായി മാറുന്നത് എപ്പോഴാണ് ഈ പറയപ്പെടുന്ന ഈ മിഥിൽ രാജിന്റെ ഒരു വൈഫ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളും ഉള്ളതെന്ന് പറയുന്നു. അത്തരത്തിൽ ഒരു പരാതിയുമായിട്ട് അവർ രംഗത്ത് വരികയാണെങ്കിൽ അത് വേറൊരു ലെവലിലേക്ക് പോകും. പക്ഷേ നിലവിൽ അൻസിബ ചെയ്ത ഈ ഒരു പ്രവൃത്തിക്കെതിരെ ആരും ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ അൻസിബ അതിൽ നിന്ന് വിലക്കാനോ ഒന്നും സാധിക്കത്തില്ല. ഹോട്ടലുകാരെ സംബന്ധിച്ച് ഹോട്ടലിൽ ID കൊടുക്കാതെ കയറിയതാണ് അവർ ഇഷ്യൂ. ആ ഒരു ഇഷ്യൂ ലക്ഷ്മിപ്രിയയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഒരുപക്ഷെ ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ലക്ഷ്മിപ്രിയെ ഭയപ്പെടുത്താൻ വേണ്ടി അൻസിബ ഒരുപക്ഷെ ഈ രീതിയിൽ ഒരു ഫോട്ടോ കണ്ടെന്ന് ഒരുപക്ഷെ പറഞ്ഞതായിരിക്കാം. ലക്ഷ്മിപ്രിയയുടെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് അൻസിബ പറഞ്ഞതായിരിക്കും. അതായത് ലക്ഷ്മിപ്രിയ ഒരുപക്ഷെ അൻസിബയുടെ ഈ ഒരു സംഭവം പുറത്ത് പറയുമോ എന്നുള്ളൊരു ഭയം അൻസിബയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ അത് വെച്ച് ഒരു പക്ഷേ ലക്ഷ്മിപ്രിയ ഇനി വല്ല ബാർഗനിങ് നടത്തിയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് അൻസിബയാണ് പറയേണ്ടത്. അത്തരത്തിൽ ലക്ഷ്മിപ്രിയയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായോ? ലക്ഷ്മിപ്രിയയെ എന്തുകൊണ്ടാണ് അൻസിബ ഭയന്നത്? എന്തുകൊണ്ടായിരിക്കാം ലക്ഷ്മിപ്രിയക്കെതിരെ ഒരു മറു സ്റ്റോറി ഉണ്ടാക്കാൻ അൻസിബ നിർബന്ധിതരായത്? അല്ലെങ്കിൽ ആ സ്റ്റോറി യാഥാർത്ഥ്യമായിരുന്നു? അതൊന്നും നമുക്കിപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോഴും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷേ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രഭവ സ്ഥാനം ഇത് തന്നെയായിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള തികച്ചും പേഴ്സണലായ 2 ഇഷ്യൂസാണ് ഇത്രയും വലിയ ഒരു വിഷയങ്ങളിലേക്ക് പോയത്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഈ ഒരു വിഷയത്തെ നിങ്ങൾ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അൻസിബയ്ക്കാണോ ലക്ഷ്മിപ്രിയയ്ക്കാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അതുമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.